കൈമാതിരി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാം. ഞാൻ നിന്നിപ്പോൾ ഇവിടെ പണിയെടുക്കാൻ വേണ്ടി ഇന്ന് നടാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു പേരക്ക 250 കൊടുത്തിട്ട് ഒരു പേരക്ക തൈ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നട്ട് കൊടുക്കാൻ വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ഥലം വേണ്ട, നല്ലോണം ഉണ്ടാകുന്ന സ്ഥലത്ത് നടാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ കവുങ്ങിൻ തൈയാണ് പോകേണ്ടത്. അപ്പോൾ അന്നേരം ഇവിടെ ഒരു തൈ നടാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുള്ള സ്ഥലത്തങ്ങ് മാത്രമേ നന്നാവൂ. അതുകൊണ്ട് ഇവിടെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ തീറ്റയ്ക്ക് സ്ഥലം തിരഞ്ഞെടുത്തിട്ട് ഇപ്പുറം തെങ്ങെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഉണ്ടോ ഇപ്പം അതില്ലേ ഇനി ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നടാമെന്നാണ് വിചാരിച്ചു. ഇതിപ്പോൾ ഏതായാലും പൊളിക്കേണ്ടതല്ല, ഇനിയിപ്പോൾ ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പുതിയ ഒരു കുണ്ട് കൊട്ടട്ടെ. പാടിയ ഒരു പ്ലാവുണ്ട്, ഇവിടെ ഒരു പ്ലാവും കൂടി ഉണ്ട്. എന്നാൽ ഇവിടെ ഇത് നടാം എന്ന് വിചാരിച്ചിട്ട്. ഇതങ്ങനെ ഒരു പാട് വരുമ്പോൾ ഒന്നല്ല, നല്ല ബ്ലോക്ക് പേരൊക്കെയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ നട്ട് കാണിച്ചു തരാം. ഇപ്പം ഇത് കണ്ടില്ലേ, ഇതിന് കുണ്ട് വട്ടത്തിലെടുക്കണം. കുണ്ടെടുത്തെങ്കിൽ നന്നാവില്ല, വളവിടാൻ തന്നെ പറ്റണ്ടേ. ഇപ്പോൾ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മുങ്ങിപ്പോയി. പിന്നെ നാടൻ പേരല്ല, ഇതാകുമ്പോൾ വേഗം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പേര് തന്നെ എടുത്തു. അവിടെ എന്തോ ഒരു അടിയിലൊരു സാധനം ഉണ്ടല്ലോ, അത് കൊല്ലിട്ട് അതിലെടുക്കണം. ഇവിടെ ഞാനതൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഉണ്ടോ, ഇപ്പോൾ ഇതാണ് തൈ. ഞാൻ കാണിച്ചു തരാം. തൈ കണ്ട പൂത്ത് തുടങ്ങി. എന്താ തൈ കണ്ട, കായ ഉണ്ടായി തുടങ്ങി. കണ്ട തൈ കണ്ട, കായ ഉണ്ടായി തന്നെ ഒത്തിരി ആയിട്ടില്ലെങ്കിലും ഇതാ ഇത് കണ്ട, ലെയർ ചെയ്തിട്ടെടുത്ത ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് നട്ടിട്ട് കാണിച്ചു തരാം. ഇവിടെ ആകുമ്പോൾ വെള്ളം ഒഴിക്കാനുള്ള സുഖമായാലും ഒന്ന് വെച്ചിട്ടാണ് ഇവിടെ നടന്ന്. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഇവിടെ വെക്കട്ടെ. വളം ആ കുണ്ടിൽ കുറച്ച് വളം, ആലവളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇല്ല പൊടിവളം. ഇത് കണ്ടില്ലേ, ഈ പൊടിവളം മാത്രമേ ഇപ്പം ഞാൻ ഇടുന്നില്ല, അതാടി ഇട്ടേ. അത് നന്നായിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി വളങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടാൻ പരിപാടി.
ഇതങ്ങനെ ഒരു പാട ഉയരത്തിലൊന്നും പോകില്ല എന്നാണ് പറഞ്ഞത് അവർ. എന്നാൽ പിന്നെ നമുക്ക് അലമ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ നടാൻ വേണ്ടിയിട്ട് ആട്ടി വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ മിറ്റത്തായില്ലേ, നമുക്ക് പറിക്കണം എന്ന് വെച്ചാൽ ഒരാൾ മനസ്സിലേക്ക് പോകണ്ടല്ലോ. വേറെ ഏതെങ്കിലും തായലെല്ലാം പിന്നെ പറിച്ചിട്ട് ആരും കണ്ടു പറിച്ചിട്ടും കൊണ്ടുപോകും. ഇതാകുമ്പോൾ ഇപ്പോൾ അതൊന്നും വരില്ലല്ലോ. ഇല്ല, ഇതേപോലെ ഇവിടെ എനിക്കൊന്ന് നട്ട് കൊടുത്തു. ഇത് പേര് VNR പേരാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ നട്ട് കൊടുത്തു. ഇത് ചവിട്ടി ഉറപ്പിക്കട്ടെ, ചവിട്ടി ഉറപ്പിക്കണം. ഇതിൻ്റെ മണ്ടമായിട്ടൊക്കെ ഉറപ്പിക്കഴിഞ്ഞാലും വെള്ളം വന്നിട്ട് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മണ്ട കുറച്ച് പൊതിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി മണ്ണ് കൊത്തിയിട്ട് ഇത് മേലോട്ടാക്കട്ടെ. ഇതാണ് അതെ ഇന്നത്തെ ഒരു കൃഷി വേണ്ടി. പേരക്ക ഉണ്ടായി കഴിഞ്ഞു. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ നടുന്നേരൊക്കെ പേരക്ക കാണുമെന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പേര പിന്നെ അതിൻ്റെ മേലെ ഈ പറിച്ച പുല്ല്, ഇതിൻ്റെ കുറച്ച് കാടും വെള്ളം ഇതെല്ലാം കൂടി അതിൻ്റെ മേലെ എടുത്തിട്ടേ ഇതുണ്ടല്ലേ, കുറച്ച് ഇതെല്ലാം കൂടി അതിൻ്റെ മേലെ എടുത്ത് വെക്കും. എന്നാലും ഞാൻ മണ്ണ് മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം നിൽക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. വളമല്ലേ, നല്ല വളമല്ലേ, അതുകൊണ്ട് അത് പറിച്ചത് ഞാൻ ആടെ അതിന് മുമ്പ് അവിടെ കൊണ്ടിട്ടൊക്കെ വെച്ചിട്ടാണ്. കുറച്ച് സീമക്കൊന്നി കൊത്തിയിട്ടിടാം. സീമക്കൊന്നിൻ്റെ ഇവിടെ കൊത്താനത് കൊത്തി വെക്കില്ല, വെച്ചിട്ടാകുമ്പോൾ കുറച്ച് സീമക്കൊന്നി ഇടാം എന്ന് വെച്ചിട്ടാണ്. ഇവിടെ സീമക്കൊന്നി ഇല്ല, അങ്ങോട്ട് പോകണം. അവിടെ പോയാൽ മാത്രമേ സീമക്കൊന്ന് കിട്ടുള്ളൂ. അവിടെ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഈ പേര. നിങ്ങളും ഇതേപോലത്തെ 250 ഉറുപ്പിക എടുത്ത് വാങ്ങിയ പേരയാണ്, നല്ല പേരയാണ്. വേഗം VRI പേരാന്നാണ് കണ്ട് അതിൻ്റെ മേലെ പേര്. VNR പേരാണ് അതിൻ്റെ പേര് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇതേപോലത്തെ ഒരു പേര വാങ്ങിയിട്ട് നട്ടാൽ 250 ഉറുപ്പികയാണ് ഒരു തൈക്ക്. നമുക്ക് വേഗം പേരൊക്കെ പറിക്കാൻ, ഇഷ്ടംപോലെ പറിക്കാൻ പറ്റും. അതാകുമ്പോൾ അങ്ങനെ അധികം പാറവാടൊന്നും പക്ഷികളൊന്നും കൊണ്ടുപോയില്ല. അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കണം, ഹൈപ്പും കൂടി അടിക്കണം. പിന്നെ സബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അറിഞ്ഞിട്ട് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നന്ദി, നമസ്കാരം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം. ഹൃദയം നിറഞ്ഞ ആശംസകൾ.